ഗൈസ് എന്താ അറിയണ്ടേ, ഇന്നൊരു ശിവരാത്രി ആശംസകളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പോകുന്നത്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. അത് മാത്രമല്ല ഇന്ന് വേറൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-നും 27-നും ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഷോർട്സ് ഏപ്രിൽ 22-നും വീഡിയോ നമ്മൾ ഏപ്രിൽ 27-നും ആണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ ഇട്ടത് മറ്റേ നമ്മുടെ വീടിനപ്പുറത്തുള്ള ചാമ്പയ്ക്ക മരത്തിൻ്റെ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ ഒന്നും കൂടെ തുടങ്ങാമെന്ന്. ഇപ്പോൾ അവിടെ ചാമ്പയ്ക്ക ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവിടെ ബിന്ദാമയും അഭിച്ചേട്ടനും ഇല്ല, അവരെവിടെയോ പോയി. പിന്നെ അവിടെ ആര്യച്ചേച്ചിയും കുഞ്ഞാവയും അമ്മൂമ്മയും അവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കും. എന്തായാലും അങ്ങോട്ട് പോവാം. പിന്നെ അത് മാത്രമല്ല അവിടെ ഇപ്പോൾ ചാമ്പയ്ക്ക ഇല്ലെന്നാണ് ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ അത് മാത്രമല്ല ഇതേപോലെ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. 1K സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബിക്കോസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആവുമെന്നൊന്നും. പെട്ടെന്ന് തന്നെ ഒരു ഇയർ പോലും ആയിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് നിങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചോളൂ ഞാനും മോൾട്ടി മാത്രമേ ഞാനും മോൾട്ടി അല്ല ദൈവം കൂടെ കണ്ടിട്ട് നമ്മുടെ കൂടെ. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതേപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞിൻ്റെ ചപ്പലിട്ടിട്ടാണ് പോണത്. അന്ന് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇതേപോലെ ഇറങ്ങിയിട്ടാണ് പോയത്. അന്നും ദൈവം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പൊന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോൾ പൊണ്ണു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാ മോൾട്ടി. നമ്മളങ്ങനെ പോകൊണ്ടിരിക്കുകയാണ്. നല്ല വീടുണ്ട്. ഗൈസ് മുടിയൊക്കെ എടുത്തിട്ട് ഷോ കാണിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് ഒറിജിനൽ നെയിൽസ് ആണെന്ന്. ബട്ട് ദിസ് വാസ് ഫേക്ക് നെയിൽസ്. അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്തു നിന്ന് ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മേടിച്ച ഗൈസ്. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഫേക്ക് നെയിൽസ് ഒക്കെ വെച്ചിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചാമ്പയ്ക്ക മരത്തിൻ്റെ അങ്ങോട്ട് പോവാണേ. ഗൈസ് നമ്മുടെ ചാമ്പയ്ക്ക മരം ഇതാണ് കേട്ടോ ഗൈസ്. നമ്മൾ കുഞ്ഞിലെ ഗൈസ് കണ്ടില്ലേ, നമ്മൾ കുഞ്ഞു മുട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു മുട്ടെന്ന് വെച്ചാൽ വളരെ കുഞ്ഞു മുട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചാമ്പയ്ക്ക മരത്തിൻ്റെ അന്ന് വന്നപ്പോൾ ഇത്ര വലുതായിരുന്ന കുഞ്ഞു മുട്ടകൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല തറയിലൊന്നും ഒരു ചാമ്പയ്ക്ക പോലും ഇല്ല ഗൈസ്. അന്ന് എന്തോരം പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു നോക്ക്. അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും ഒരു ചാമ്പയ്ക്ക മരമാണ്. ഇവിടുന്ന് നമ്മൾ ചാമ്പയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. എൻ്റെ തറയിൽ പോലും ഒന്നുമില്ല കേട്ടോ. എന്താ നമുക്ക് എന്തായാലും തറയിലോട്ട് ഇട്ടേക്കാം. എന്തായാലും നല്ലൊരു ഓർമ്മയാണ് കേട്ടോ ഇവിടെ നിന്ന് ചാമ്പയ്ക്ക പറിച്ച്. എന്തോ ചെയ്യണം ഗൈസ്, ഭയങ്കര സങ്കടമുണ്ട് ഇപ്പോൾ ഇവിടെ ചാമ്പയ്ക്ക ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ. ബിക്കോസ് നമ്മൾ തുടങ്ങിയ യൂട്യൂബ് ചാനലാകുമ്പോൾ നമ്മളിവിടെ ചാമ്പയ്ക്ക നിറച്ച് ഇനി അടുത്ത വർഷം ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ചാമ്പയ്ക്കൊക്കെ വരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഓൾറെഡി അന്ന് വന്നപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മറ്റിയേ ഗൈസ്. ഒക്കെ ഞാനിങ്ങനെ ഇവിടെ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാണ് വന്ന് പറിച്ചതും ഒക്കെ ആലോചിച്ചോണ്ട് ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാമ്പമരത്തിനോട് വിട പറഞ്ഞ് പോവുകയാണ്. ഇനി ചാമ്പയ്ക്ക് അമ്പലത്ത് ഉറപ്പായിട്ട് എടുക്കുന്നതായിരിക്കും ആ വീഡിയോ. ഉറപ്പെന്ന് വെച്ചാൽ ഉറപ്പ്. പിന്നെ ഇതൊക്കെയാണല്ലോ ചമ്മരക്കത്തിൻ്റെ അടുത്തൊക്കെ ബാക്ക് പറഞ്ഞിട്ട് പോവാം. ബായ്. ഇനി എന്തെങ്കിലും ചാമ്പയ്ക്ക് വരുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യൂ. ബൈ 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 ബൈ. പണ്ട് ഞാൻ വരുമായിരുന്നു കേട്ടോ. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ മീനുകളൊക്കെ ഉണ്ടായിരുന്ന 2 കൊട്ടക്കുളമായിട്ടാണ്. പിന്നെ ഇതാണ് ഗൈസ് ഇവിടെയും മീനുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ മീനുകളുള്ള സ്ഥലമാണ്. ആ മീനുകളുള്ള സ്ഥലം ഞാൻ ഗൈസ്. ഇതാണ് ഇവിടുത്തെ കുഞ്ഞു വാവ ഗൈസ്. കുഞ്ഞാവയുടെ പേര് ശ്രീനിക എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന ശ്രീനു എന്നാണ് ഗൈസ്. അപ്പം ഇവിടെ കുഞ്ഞാവ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനു നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. ശ്രീനു അവിടെ നിൽക്കുകയാണ്. ശ്രീനു ഇങ്ങോട്ട് വരൂ. ശ്രീനു താങ്ക് യു അപ്പം അടിച്ചു നമ്മുടെ എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം അടുത്തൊരു 2K ആകുമ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വരിക.